നിലമ്പൂരിൽ ത്രികോണ മത്സരത്തിനുള്ള ചിത്രം തെളിഞ്ഞതോടെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവറിനെ അവഗണിച്ച് പ്രചാരണം നടത്താനാണ് LDF UDF മുന്നണികളുടെ ശ്രമം. PV അൻവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞ് കൂടുതൽ ചർച്ചയ്ക്ക് വഴി തുറക്കേണ്ട എന്ന് ഇരു മുന്നണികളും ഒരുപോലെ പറയും. ഒരൊറ്റ ആളാണ്, സാക്ഷാൽ പിണറായി വിജയൻ. ഒറ്റക്കാരിയുള്ളൂ, അൻവറിനെ അടുപ്പിക്കരുത്. ഇതൊരു നെക്സസിന്റെ ഭാഗമാണ്, ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. VD സതീശനും ആ ചുറ്റും നിൽക്കുന്ന ഉപജാപക സംഘങ്ങളും കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെ, AK ആന്റണി സാർ ഉൾപ്പെടെ, സുധീരൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും, ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എല്ലാ ദിവസവും വാർത്താ സമ്മേളനങ്ങളിലൂടെയും മാധ്യമ പ്രതികരണങ്ങളിലൂടെയും PV അൻവർ LDF UDF നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തുണ്ട്. ഇതിൽ മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും ആരോപണങ്ങൾ കടുപ്പിക്കുന്നു. എന്നാൽ അൻവർ പറഞ്ഞു മടുക്കട്ടെ, മറുപടി കൊടുത്ത് കൂടുതൽ ചർച്ചയാക്കാൻ നിൽക്കേണ്ടതില്ല. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി UDF സ്വീകരിക്കുന്ന ശൈലി. ഇന്നലെ നടന്ന UDF കൺവെൻഷനിൽ പോലും അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രസംഗത്തിൽ കൊണ്ടുവരാതിരിക്കാൻ UDF ശ്രമിച്ചു. അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതി വിചാരണ ചെയ്യുന്ന സുദിനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. ഇനി അങ്ങോട്ടും ഇതുതന്നെയാകും ശൈലി. അൻവറിൽ നിന്നും ഏറെ ആരോപണങ്ങൾ കേട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് അവഗണിച്ച് മുന്നോട്ടു പോകാൻ നിർദ്ദേശിച്ചത്. ഭാര്യബന്ധത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണ് കൂടിയാണ്. ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരയായാണ് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. LDF കൺവെൻഷനിൽ മുഖ്യമന്ത്രിയും അൻവറിനെ നേരിട്ടല്ല വിമർശിച്ചത്. മറ്റ് നേതാക്കളും അതേ ശൈലി പിന്തുടർന്നു. അതായത് LDFും UDFും ഒരുപോലെ അൻവറിനെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് തന്ത്രം മെനയുന്നത്. എന്നാൽ നിരന്തരം വിമർശനവും ആരോപണവും ഉന്നയിക്കുന്ന അൻവറിനെ പൂർണ്ണമായും അവഗണിക്കാൻ കഴിയുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് മലയാളം, നിലമ്പൂർ.